ഉർവശി ചേച്ചിയോടൊത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നല്ല പരിചയമാണ്, കാര്യമാണ്, എല്ലാ സംഭവങ്ങളാണെങ്കിലും ആ ഒരു നിർഭാഗ്യം എനിക്ക് ഇപ്പോഴും സങ്കടമാണ്. ചേച്ചിയുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ്, അതും എല്ലാം തട്ടക്ക് വർത്താനം പറയുന്ന ചേച്ചി എങ്ങനെ ചെയ്യുന്നു അതിനോടൊപ്പം അങ്ങനെ, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വപ്ന സാഫല്യത്തിനാണ് ഞാൻ റീൽസ് എടുക്കുന്നത്. അല്ലാതെ കിട്ടുന്നില്ല, ഇതിലെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് തമാശക്ക് പറഞ്ഞാണ്. റൊമാൻസ് രസമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പാട്ടില് ഡയലോഗുകൾ പറഞ്ഞിട്ട്, അത് രസമാണ്. അതൊക്കെ ചുമ്മാ ചെയ്യും. അതൊന്നും ഒരിക്കലും നമ്മുടെ വെള്ളിത്തിരയിൽ നമുക്കിതൊന്നും ഒരു ജന്മത്തവരാരും തരത്തുമില്ല. തമിഴിലെ മറ്റേ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള മറ്റെന്താണ് കാജൽ അഗർവാളും അവരൊക്കെ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് ഞാൻ എടുക്കുന്നത് ഈ പ്രായത്തില്. അപ്പം ഓഫ്കോഴ്സ് നമുക്ക് അതിലെങ്കിലും ചെയ്തൊന്ന് തൃപ്തിപ്പെടുത്താലോ. ഇതിനൊന്നും ആർക്കും ഈ കപ്പം കൊടുക്കുകയോ ഇല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഫ്രണ്ടിൽ നമുക്ക് ഇത്തരം കുറേ സാധനങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ നമുക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ തമ്പ് എൻഡിൽ തന്നിട്ടുണ്ട്. അവ കുറേ പേർക്ക് സത്യം പറയാലോ, എത്ര പേർക്കെന്നറിയാമോ ഇതൊക്കെ ഒരു ആശ്വാസം. ഇങ്ങനെയുള്ള ഈ പറയുന്ന റീൽസുകളായാലും എത്ര പേരെയാണ് നമ്മൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര പേരെയാണ് കാണുന്നത് ഡെയിലി അല്ലേ? നോക്ക്, കുട്ടികളുടെ സെഷൻ ആവട്ടെ, വീട്ടിൽ അടുക്കളയിൽ മാത്രം നിൽക്കുന്നവർ, എത്ര പാട്ടുകാരികളെയാണ് നമ്മൾ കാണുന്നത് ഈ റീൽസിലൂടെ. ഇവരൊക്കെ മുന്നിൽ വരേണ്ടവരാണ്, പക്ഷേ വരുന്നുണ്ടോ? അപ്പം ഈശ്വരൻ ഇതും ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കും ഈശ്വരൻ്റെ ഒരു വലിയ കളിയാണ്. കാരണം ഒരേ സമയത്ത് തന്നെ നമ്മൾ എത്ര പ്രഗത്ഭരാകാൻ ചാൻസസ് ഉള്ള എത്ര ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്നും ഇത് ഏതോ മൂലയ്ക്ക് ഏതോ അറ്റത്തുള്ള ആൾക്കാരാണ് അല്ലേ, നമ്മൾ ഡെയിലി കാണുന്ന കൂടിയില്ല. പക്ഷെ ത്രൂ ഈ നെറ്റ്വർക്കിൽ കൂടെ നമുക്കത് കാണാൻ പറ്റുന്നതും ഈ ഒരു നെറ്റ്വർക്ക് യുഗത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതും ഒക്കെ, എൻ്റെ ഭഗവാനെ, ഞാൻ അതിനകത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ഇപ്പം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ പോലും സൂക്കോൾഡ് നോർമൽ ഒരു ആങ്കർ ചോദിക്കുന്ന രീതികളെ അല്ല. അപ്പം ഞാനൊരു ടാലൻറ്റിനെ പരിചയപ്പെടുകയാണ്, മനസ്സിലായില്ലേ? ഇഷ്ടമാവുകയാണ്. അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളല്ലേ നമ്മൾ ഡെയിലി ഇങ്ങനെ നിറയ്ക്കുന്നത്. അതൊരു മഹാഭാഗ്യമല്ലേ ഇങ്ങനെ ഈ ഒരു കാലഘട്ടം ജീവിക്കാൻ പറ്റുക, ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ കിട്ടിയതിനെ കൊണ്ട് സംതൃപ്തിപ്പെടുക, കിട്ടാത്തതിനെ അങ്ങനെ അങ്ങ് വിടുക. ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങ് വിചാരിക്കുക. കിട്ടിയത് കുട്ടി സാധനത്തിൽ കിട്ടിയാലും അതുകൊണ്ട് അങ്ങ് ഹാപ്പി ആവുക. നമുക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ, ഇത്രയും പോലും കിട്ടാത്ത ആൾക്കാർ എത്രയോ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കണം ഒരു ഗ്ലാസ്സിൽ ആദ്യം ഉണ്ടാവുള്ളൂ, അപ്പം നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. മനസ്സിലായോ? എനിക്കൊരു ഹാഫേ കിട്ടിയുള്ളൂ, അങ്ങനെയും വിചാരിക്കാം. ബാക്കിയും കൂടെ ഒത്തിരി കൂടെ ഒഴിച്ചു തന്നൂടെ എന്ന്. അപ്പോൾ പിന്നെ വിചാരിക്കും ഇത്രയെങ്കിലും ഈ ഗ്ലാസ്സിൽ കിട്ടിയല്ലോ, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഒരേ ഗ്ലാസ്സിലെ വെള്ളം വെച്ച് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടാത്തതിനെ പറ്റി ഒന്നും വെക്കല്ല. നമ്മളെല്ലാം ഭയങ്കര ഗിഫ്റ്റഡ് ആണോ, ഭയങ്കരമായിട്ട് ഗിഫ്റ്റഡ് ആണ്. അത് നമുക്ക് കാണിക്കേണ്ട, ഷോക്കേസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കുന്നു, അല്ലാത്തവർ നമ്മളെ തള്ളി നിർത്തുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഘട്ടത്തിൽ ഈശ്വരൻ നമ്മളെ പൊക്കി പിന്നെയും എടുത്തുകൊണ്ട് ഇതേ ആൾക്കാരുടെ നിർത്തിയവരുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു എഗെയിൻ. ഇതൊക്കെ നമ്മുടെ എത്ര എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ? എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് തള്ളി നിർത്തിയവരെ ഈശ്വരൻ അവരുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയ എത്രയോ ഇൻസ്റ്റൻസസ് ആണ് നമ്മൾ ഡെയിലി വായിക്കുന്നത്, കാണുന്നത്. അപ്പം ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല ലൈഫിൽ അല്ലേ? ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഒരു ഇത് സംഭവം ഈശ്വരനായിട്ട് തരുന്നു. അത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ കൊണ്ടുപോയി നമ്മളെ കാണിക്കുന്നു, നിർത്തുന്നു. എപ്പോഴും ഫാമിലി, ആൾക്കാർ, അതൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ട്, ഫാമിലി മൊത്തം വർക്ക് ചെയ്ത സിനിമയല്ലേ ഇംഗ്ലീഷ്? മൊത്തം ഹസ്ബൻഡ് സോന രണ്ടുപേരും ഭാഗമുണ്ടല്ലോ. മുമ്പ് വായിച്ചിട്ടുണ്ട്, എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിന്റെ ക്യാമറ വർക്ക് വീട്ടിൽ ഭദ്രമാണ് എന്നുള്ളത് കറക്റ്റാണ്. കാരണം ഞങ്ങൾ ഒരു മൂവി കാണാൻ പോകുമ്പോൾ തന്നെ പുള്ളി ക്യാമറാമാൻ, ഇപ്പോൾ പുള്ളിയുടെ 2-3 പടങ്ങളിൽ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും എന്നെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ആ ക്യാരക്ടർ സോന ചെയ്യുമല്ലോ, അങ്ങനെ ഒന്നും പറയാറേയില്ല പൊതുവേ. റെക്കമെൻഡേഷൻ ഒന്നും നെവർ, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർക്കറിയാം, ഇപ്പോൾ ഹസ്ബൻഡിനെ വയ്ക്കുമ്പം സോന ഫ്രീ ആയിരിക്കുമോ, ആ ക്യാരക്ടർ ചെയ്യാൻ സോനയ്ക്ക് ഓക്കെ ആയിരിക്കുമോ എന്ന് ചേട്ടൻ ഹസ്ബൻഡ് പറയുന്നതെന്ന് വെച്ചാൽ
നിങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുക. ഞാൻ ഈ വക കാര്യങ്ങൾക്കായിട്ടൊന്നും എൻ്റെ പ്രൊഫഷനായിട്ട് യാതൊരു തര സംഭാഷണങ്ങളോ ബന്ധങ്ങളോ അത്തരം വർത്തമാനങ്ങളോ ഒന്നുമില്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാലേ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടിയായിട്ട് ഇറങ്ങുള്ളൂ എന്ന് അറിയാം ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വരില്ല, എന്തിനത് ചെയ്ത് എന്ന് ഇന്ന് വരെ അങ്ങനെ ചോദിക്കുക. പുള്ളിക്ക് തല കുനിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. സോ അത് തന്നെ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സാധനങ്ങൾ കുട്ടി സാധനമാണെങ്കിലും ഒരാൾ തുമ്മുന്നതിന് മുൻപായിട്ട് മാഞ്ഞു പോണ ഒരു ക്യാരക്ടറാണെങ്കിലും ഞാൻ എടുക്കും. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബേസിക് സംഭവം എന്ന് വെച്ചാൽ ഒന്നുകിൽ എനിക്ക് ക്രൂ ഇഷ്ടപ്പെടണം, നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ആ ഓടി മിന്നി മായുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും കുഴപ്പമില്ല, നല്ല ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ക്യാമറാമാൻ, നല്ല ക്യാമറാമാൻമാർ കാണാൻ കൊള്ളാമെന്നുള്ള ആൾക്കാരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതെ, അമൽ നീരത്തിൻ്റെ പോലെ ഒരു ക്യാമറാമാൻ, ഒരു നല്ല ക്യാമറ, നല്ല സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ എൻ്റെ ഒരു ഹസ്ബൻഡ് സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ടും അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മളൊരു സിനിമ കാണുമ്പോഴും തിയേറ്ററിലാണെങ്കിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കും, ആ ഷോട്ട് എങ്ങനെയാണ്, ഈ ഷോട്ടിൽ എന്തായിരിക്കും ഉപയോഗിക്കുക, ഇതിലേതായിരിക്കും, അത് പാറ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് ഉപയോഗിച്ചിട്ടുണ്ടോ, എല്ലാ ലൈറ്റ്സിനെ പറ്റിയൊക്കെ പറയും. അങ്ങനെ ഒരു ടെക്നിക്കൽ സംഭവങ്ങളായിട്ടാണ് ഞങ്ങൾ സിനിമ കാണുകയും വീട്ടിൽ സിനിമ കാണുകയൊക്കെ ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ നമുക്ക് പോസ് ചെയ്ത് കാണിക്കാം, ഷോട്ടുകൾ നമുക്ക് പറഞ്ഞു തരും ആള്. അപ്പം എനിക്ക് ആ ഒരു സൈഡും എനിക്ക് ഒരു ഓക്കെയാണ് ആളിങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പം അത് ഒരു പക്ഷേ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഈ അനുഭവങ്ങൾ എല്ലാ നടിമാർക്കും ഭർത്താക്കന്മാർ ടെക്നിക്കൽ സൈഡിൽ ഇരിക്കുന്നവർക്ക് അതങ്ങനെ ഉണ്ടാവാം. ഞാനിതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇത് പൊക്കി പിടിച്ചോണ്ടോ ഹൃദയനം, അവൾ ഭയങ്കര അവൾ എന്താണ് വിചാരിക്കുന്നത്, ഭർത്താവ് ഒരു സൈഡിൽ കൂടെ പോകണം, അവൾ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങ് കമഴ്ത്തിക്കളയും എന്നൊക്കെ ആയിരിക്കും വരിക. മനസ്സിലായില്ലേ? ഇപ്പം ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർക്ക് ചെയ്യുന്നത് അവിടെ മീൻസ് ആക്ട് ചെയ്യുമ്പോൾ എനിക്കെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ലൈറ്റോ പ്രത്യേക സംഭവങ്ങളോ അങ്ങനെ ഒന്നും വെക്കാറില്ല കേട്ടോ. ആള് ഏതോ ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്നു, ആ ഒരു ലാഘവത്തോടു കൂടിയേ കാണുന്നുള്ളൂ. ഷൗട്ട് ചെയ്യണമെങ്കിൽ ഷൗട്ട് ചെയ്യും, മേക്കപ്പ് കൂടി ലിപ്സ്റ്റിക് കൂടി ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഭയങ്കര ഷൗട്ടിങ് ആയിരിക്കും. അവിടെ ഭർത്താവ് ഭാര്യ എന്നൊന്നുള്ളതല്ല. കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞുകൂടെ എന്ന് വളരെ മ്ലേച്ഛമായിട്ട് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പം അതൊന്നും നമ്മൾ ആൾക്കാരുടെ മുന്നിൽ ഷൗട്ടൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആദ്യമേ നമ്മളൊന്ന് സെറ്റായിട്ടൊക്കെ ആയിരിക്കും പോവുക. അതിൻ്റെ ഒരു ഇത് അങ്ങനെ നടക്കുക. അതൊക്കെ ഇഷ്ടമാണ്. ഈ പറയുന്ന ഇംഗ്ലീഷ് ആയാലും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് 1-2 പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ വെഞ്ചർ ഉടനെ ഉണ്ടാവട്ടെ. ഡയറക്ടർ എൻ്റെ ഭയങ്കര ഒരു സ്വപ്നമാണ്. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കൈവയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ്. ഡയറക്ടർ ഷുഡ് ബി ലൈക്ക് എന്താ പറയുക, ഒരു നല്ല എഡിറ്റർ ആയിരിക്കണം, ഒരു എഡിറ്റിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം, സിനിമാറ്റോഗ്രാഫിയെ പറ്റിയും ലെൻസസിനെ പറ്റിയും ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഒരു സ്ക്രിപ്റ്റ് കിട്ടി, ആ ഒരു കണ്ടന്റ് കിട്ടി, ഒരു അസോസിയേറ്റോ ഒരു കോ ഡയറക്ടറോ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ലെവലല്ല. നമ്മൾ എല്ലാ ഏരിയ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അതിൽ ഞാൻ ഇപ്പോഴത്തെ പുതിയ കുട്ടികളിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വാവ് തോന്നിയിട്ടൊരു രാജുവാണ്, പൃഥ്വിരാജാണ്. ഭയങ്കര വെയിറ്റ് ചെയ്ത് നിന്ന് സാധനം ചെയ്യുക, എല്ലാത്തിനെ പറ്റി അറിയാം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അണ്ടർ ദി സൺ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുക ഒരു ഡയറക്ടർ. ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസറബിൾ ആയിരിക്കണം. അങ്ങനെ എത്ര ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക്? പുതിയ ഡയറക്ടേഴ്സിൽ തന്നെ എത്ര പേരുണ്ട്? ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ലെൻസിനെ എടുത്തു കഴിഞ്ഞാൽ ആ ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ഷോട്ടിൽ ആ ലെൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് വേണം. ചുമ്മാ എടുത്ത ഓരോരോ ലെൻസസ്, കുറേ ലെൻസസ് ഉണ്ട്, എടുത്ത് അങ്ങ് ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ 4 പെണ്ണുങ്ങൾ എന്ന സിനിമ വന്നപ്പോൾ തടി കുറച്ച് ശരീരം കറുപ്പിച്ചൊരു സോന നായരെ അറിയാം. അപ്പോൾ അങ്ങനെ കഠിനാധ്വാനിയായിട്ടുള്ളൊരു നടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജഗദീഷ് ചേട്ടനൊക്കെ ഒരു 2.0 വേർഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ അദ്ദേഹത്തിന് വരുന്ന വേഴ്സറ്റാലിറ്റി ഓഫ് റോൾസ് ഉണ്ട്. അതുപോലെ ഒന്ന് സോന നായർക്ക് സമീപഭാവിയിൽ സംഭവിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.